Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. They are both winners of the 55th Kerala State Film Awards in two different categories. Queen of the Night, alle? Yes. So that song was sung and written by you. യെസ് Right. അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Ah. ബിക്കോസ് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ ആരോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഒരു പക്ഷേ ട്രെയിനിങ് ഇല്ലാതെ തന്നെയും സേവയ്ക്ക് ഒരു പക്ഷേ ഇത് അച്ചീവ് ചെയ്യാം, നമ്മൾക്കറിയില്ലല്ലോ. Ah. ഒരു പക്ഷേ എനിക്ക് ട്രെയിനിങ് ഉണ്ടായിട്ട് കൂടി ചിലപ്പോൾ ഞാനിത് അച്ചീവ് ചെയ്തിരിക്കും. എന്താ വട്ട് യു ഡു, അപ്പം ഞാൻ സിംഗറാന്ന് പറയുമ്പോൾ ഓ ഓക്കെ ഓക്കെ അല്ല പക്ഷേ ജോലി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഇത്ത ചോദിച്ചത് എന്താ നീ പറയാഞ്ഞത്, നമുക്ക് നിന്റെ സിനിമയെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ട് എന്തേ പറയാഞ്ഞത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് പറഞ്ഞില്ല എന്നുള്ളത്. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു ആക്ച്വലി. മോൾ അവിടെ ഉണ്ട്, അത് ഓക്കെ ആണോ എന്നുള്ള തോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എപ്പോഴാ കൂടുതൽ ടെൻഷൻ എന്ന് വെച്ചാൽ ആ ബെഡുമായിട്ട് നടക്കുമ്പോൾ, ആ ബെഡുമായിട്ട് കുറച്ച് ദൂരം പോകാനുണ്ട്. Where we're sipping cortados in the noon for two. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്നൊരു പുതിയ രീതിയിൽ നമുക്ക് ആയാം അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ട് ഗസ്റ്റിനെ വിളിച്ചിരിക്കുകയാണ് ഫ്രം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. അവർ തമ്മിൽ ഒരു കാര്യമേ കോമൺ ആയിട്ടുള്ളൂ. ദേ ആർ ബോത്ത് വിന്നേഴ്സ് ഓഫ് ദ 55th Kerala State Film Awards in two different categories. I have the best actress here, Shamla Hamza, Feminichi Fatima in the cinemaku vendi, and we have Zeba Tommy here. She is the best playback singer, female, and for the movie and Paata Aroru. I've been wanting to have film awards in the winners on my show, and probably ഇതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നാളിൽ നമുക്ക് ആദ്യമായിട്ടാണ് രണ്ടുപേരെ നമ്മൾ വിളിക്കുന്നത്. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ് ഓൺ ടു ദ ഷോ. Thank you for having us. ഷംലയെ ഞാൻ കണ്ടിരിക്കുന്നത് 1001 നുണകൾ. ആൻഡ് ഓഫ് കോഴ്സ് ദേബനെ ഞാൻ കണ്ടിരിക്കുന്നത് വെൻ ഷി വാസ് പ്രോബ്ലി 15 years old. എൻ്റെ മോള് പഠിച്ചത് മ്യൂസിക് ക്ലാസ്സിൽ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന്. ആൻഡ് ഇവരുടെ വോക്കൽ ടീച്ചർ രാധിക സേതുമാധവൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് അയക്കുമായിരുന്നു. ആൻഡ് ഐ വുഡ് ലുക്ക് അറ്റ് ഹർ ആൻഡ് ലൈക്ക് യാ ഷീ റിയലി ടാലൻറ്റഡ്. അപ്പോൾ എനിക്ക് ആ കുട്ടിയിൽ നിന്ന് ഇന്നിരിക്കുന്ന സേബ ടോമി എന്നുള്ള ഈ യാത്ര ഇസ് സംതിങ് ഐ ഹാവ് സീൻ in parts in front of my eyes. So I feel very proud and happy. Thank you so Personally much. speaking. ഷംല, ഞാൻ ഫെമിനിച്ചി ഫാത്തിമ കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്ത് വന്നിട്ട് ആകെക്കൂടെ എനിക്കിങ്ങനെ വളരെ ചുരുക്കം സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കിളി പോകില്ലേ, അതുമാതിരത്തെ ഒരു സിനിമയായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഐ കാൻ ടെൽ യു ഹൗ splendid you were. In fact, അതിനകത്തുള്ള എല്ലാ ആക്ടേഴ്സും ആർട്ടിസ്റ്റും ഡയറക്ടേഴ്സ് they all deserve a big round of applause for the movie that they have made. Thank you. And I was thinking also, I can go on and on, but before we go any further, congratulations on the Film Awards. Thank you so And much. I would like you both to talk about നിങ്ങൾ ഒന്നിച്ചങ്ങാണ്ടാണ് ഇരുന്നത്. നിങ്ങൾ മീറ്റ് ചെയ്തതും നിങ്ങൾ ഇരുന്നതും നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? നമ്മൾ കണ്ടിരുന്നു, ആ. ബട്ട് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റേജിലേക്കാണ് നോക്കിയിരുന്നത്. ഐ തിങ്ക് പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ആ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ ഭയങ്കര മൊമെന്റിലായിരുന്നു. നമ്മളൊരു സോണില്ല. ലൈക്ക് ഐ വാസ് ഓൾസോ ഇൻ ലൈക്ക് കുറച്ച് സ്റ്റാർ സ്ട്രക്ക് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഒരു പ്രത്യേകത ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഭയങ്കര ഒരു സോൺഡ് ഔട്ട് ഒരു ഫീലിംഗിലായിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഐ കണ്ടു, നമ്മള് കണ്ടു ആൻഡ് ദെൻ ഐ ഹേർഡ് ഹർ സ്പീച്ച് ആസ് വെൽ. സോ എല്ലാം ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പോയി സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി കെയോട്ടിക് ഓൾസോ. ആ ഒരു കുറേ ആൾക്കാർ തിങ്ങി. സോ ഐ വാസ് ഹോപ്പിംഗ് ഫോർ എ ചാൻസ് ടു മീറ്റ് ഹർ സം ഡേ. സോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്റ്റാർ സ്ട്രക്ക് എന്ന് പറഞ്ഞല്ലോ, അവിടെ സ്റ്റാർ സ്ട്രക്ക് ആയത് എപ്പോഴാണ്? ഷംല എപ്പോഴാണ് സ്റ്റാർ സ്ട്രക്ക്? ആരെ കണ്ടിട്ടാണ്? മമ്മുക്ക, of course. And for you, Zeba? സെയിം. Did you get to interact with him? എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ഞാൻ ആക്ച്വലി അവിടെ പോയപ്പോൾ എൻ്റെ തൊട്ട് സീറ്റ് മമ്മൂക്കൻ്റെയാണ്. അടിപൊളി. അപ്പം എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു ഷാജി സർ ആള് പറയുന്നുണ്ടായിരുന്നു, ആ വരുന്നുണ്ട് ഇവിടെ ഇരിക്കാനുള്ള ആള് വരുന്നുണ്ട്, പേടിയുണ്ടോയെന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു പിന്നെ പേടിയല്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ് ആളെ കാണാൻ. പക്ഷെ അന്ന് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു ഡേ കൂടെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വരുമ്പോൾ തന്നെ ഡയറക്ട്ലി സ്റ്റേജിലേക്കാണ് പോയത്. പിന്നെ അവിടെയാണ് ഇരുന്നത്. പിന്നെ തൊട്ടടുത്തൊക്കെ ചിദംബരം, ആസിഫ് അലി, ടോവിനോ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ബാക്കിൽ സൗബിൻ, സാഹിർ,
പിന്നെ ജ്യോതിർമയി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് കാണാം. ദാ ഇവരൊക്കെ തൊട്ടടുത്തിരുന്ന് കണ്ടു. ഇവരൊക്കെ ഞാൻ കണ്ട് വളർന്ന ആർട്ടിസ്റ്റും ആക്ടേഴ്സും എല്ലാവരുമാണ്. സോ ഐ ബിൻ വാച്ചിങ് ദെയർ ആർട്ട് ആൻഡ് ദെയർ കോണ്ടന്റ് ഫോർ ഇയേഴ്സ്. അപ്പോൾ ഐ തിങ്ക് എനിക്കൊരു മൊമെന്റ് ആദ്യമായിട്ട് തന്നെ ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് പറഞ്ഞപ്പോൾ സംതിങ് എൽസ്. ഐ തിങ്ക് ദാറ്റ്സ് വാസ് എ വെരി ഡിഫറെൻറ്റ് ഫീലിംഗ്. ആൻഡ് ഹരിച്ചേട്ടനെ സുഷിനൊക്കെ ഐവ് നോൺ ഫ്രം ബിഫോർ. പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ആക്ടേഴ്സ് ഇവരൊക്കെ ദേ ആർ പീപ്പിൾ ദാറ്റ് ഐ been watching growing up. So അവരുടെ കൂടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് എ ലിറ്റിൽ സ്കേറി ബട്ട് ഇറ്റ് വാസ് എല്ലാവരെയും കാണുന്നുണ്ട് നമ്മൾ, പക്ഷേ എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. സ്പേസ് ഇൻ ദ സെൻസ് ആ സമയത്ത് നമുക്ക് സമയമില്ല, എല്ലാവരും ബിസിയാണ്. എപ്പോഴാണ് നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. പക്ഷെ ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് അവരോട് പോയി സംസാരിക്കാനുള്ള ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ട്. പക്ഷെ അവരിങ്ങനെ കൺകുളിർക്കെ കാണാം. സെയിം കാരണം ഇപ്പൊ ഞാൻ ഇരിക്കുന്ന റോയില് മിക്ക ആർട്ടിസ്റ്റും കുറച്ചുകൂടി സീസൺഡ് ആക്ടേഴ്സ് ആണെങ്കിലും ലൈക്ക് ഇപ്പൊ സുഷിനായാലും ക്രിസ്റ്റോ ബിൻ ഇൻ ദി ഇൻഡസ്ട്രി ഫോർ ലൈക്ക് എ വൈൽ നൗ. സോ ഇവർക്ക് എല്ലാവർക്കും തമ്മിൽ ദേ നോ ഈച്ച് അതർ സിൻസ് അവർക്ക് ആ ഒരു ബന്ധമുണ്ട് സിൻസ് ഫ്രം ബിഫോർ. ഐ എം ലിറ്റിൽ ബിറ്റ് ന്യൂ ഇൻ ദാറ്റ് ഒരു സ്പേസ്. അപ്പൊ ഫോർ മീ അങ്ങനത്തെ ഒരു രീതിയിൽ ഇറ്റ് വാസ് എ ലിറ്റിൽ ഇന്റിമിഡേറ്റിംഗ്. ലൈക്ക് അങ്ങനെ പോയി എല്ലാവരോടും പോയി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കാൻ. പക്ഷെ കണ്ട് സന്തോഷിച്ചു. ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ അബൌട്ട് ദ സീറ്റിംഗ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ആക്ച്വലി എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെ പറ്റി ആലോചിക്കുന്നത്. കോൺട്രവേഴ്സി വാസ് അബൌട്ട് ദ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. സ്ത്രീകൾക്ക് പിന്നിലാണ് സീറ്റ്സ് കൊടുത്തിരുന്നത് എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു മുന്നില് ഷി വാസ് സിറ്റിംഗ്. ബട്ട് ഓണസ്റ്റ്ലി സെയിം ലൈക്ക് ഞാൻ ആ ഒരു സ്റ്റോറിയും ആ ഒരു മീഡിയ പ്രസ് വന്നപ്പോഴാണ് ഞാനും നോട്ടീസ് ചെയ്തത്. അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ വലിയതായിട്ട് അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു ഡിസ്പാരിറ്റി അല്ലായിരുന്നു. പിന്നെ എനിക്കൊന്നു തിങ്സ് കനി ആൻഡ് ദിവ്യ ബോത്ത് ഓഫ് ദെം വർ റെപ്രസെന്റിംഗ് പായൽ കപ്പാടിയ ഫോർ ദ ഫിലിം. സോ ദാറ്റ്സ് വൈ ദേ വർ സീറ്റഡ് ദെയർ. ആൻഡ് ഓഫ് കോഴ്സ് ജ്യോതിർമയ ആണെങ്കിലും could have been a little bit of changes in and out in a lot of different ways. But അതാ ഞങ്ങൾ പേഴ്സണലി എനിക്കും അങ്ങനത്തെ ഒരു ആ മൊമെന്റിൽ അങ്ങനെ ഒരു ഇത് ഒട്ടും ഫീൽ ചെയ്യില്ല. ആൻഡ് ടെൽ മീ അബൌട്ട് ആരാണ് നിങ്ങളോട് രണ്ട് പേരോടും പറഞ്ഞത് that you have received the state award? A couple of days, a day or two മുന്നേ ഇങ്ങനെ ചിലപ്പോൾ സ്പെഷ്യൽ ജൂറി അങ്ങനത്തെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ത്രൂ ദ ഗ്രേപ്പ് വൈൻ വഴി ഇങ്ങനെ ഒന്ന് കേട്ടായിരുന്നു. But and the song was gone, അതറിയാം. Yeah, they had submitted in the ഇത് I knew. But like again, nothing is guaranteed. So ഇങ്ങനത്തെ ഒരു ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ജൂറി പോലെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്നൊരു സൂചന പോലെ കിട്ടിയായിരുന്നു. So I was like, okay. And I'm somebody who doesn't like celebrate beforehand or അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻസ് വെക്കുന്ന ഒരു ഇതല്ല. So I'm like, okay, കിട്ടിയാൽ കിട്ടി എന്ന രീതിയിൽ. സോ അന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഐ വാസ് ഇൻ മുംബൈ. ഐ വാസ് വിത്ത് മൈ ബാൻഡ് ഇൻ എ ജാം റൂം. ഞങ്ങളൊരു ഗിഗിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നൊരു സമയമായിരുന്നു. സോ അവർ വന്നോട്ടെ മുംബൈ അവരുടെ മുംബൈ ജേർണലിസ്റ്റിനെ വിട്ടു. സോ ടു ഓഫ് ദം കെയിം ദ ക്യാമറാമാൻ ആൻഡ് ജേർണലിസ്റ്റും വന്നു. ആൻഡ് ആ ചേട്ടൻ തന്നെ പറഞ്ഞു അവാർഡ് ഉണ്ടായിരിക്കും, ഞങ്ങൾ ലൈവ് പോവാണ്, കിട്ടിയാൽ ലൈവ് റിയാക്ഷൻ കിട്ടിയാൽ വി വിൽ ഗോ ലൈവ്, വി വിൽ ഷോ യു ഓൺ ദിസ് തിങ്. ഇഫ് നോട്ട് ഒന്നും തോന്നരുത്. ഐ എം ലൈക്ക് ഇറ്റ്സ് ഓക്കെ. ഐ എം ലൈക്ക് സോ ബേസിക്കലി ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ദേ ആർ അനൗൺസിങ് ആൻഡ് it's a moment where if you have an award they will telecast you, if not they'll just wrap up and go. അങ്ങനത്തെ ഒരു വെരി ടെൻസ് മൊമെന്റ് ആയിരുന്നു. സോ ഐ വാസ് സിറ്റിംഗ് ആൻഡ് അനൗൺസ് ചെയ്തപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബെസ്റ്റ് സിംഗറിന്റെ അവാർഡ് ആണെന്ന്. Yeah, that's on that spot is when I'm knowing. So I was like, okay. And I can't imagine how happy your dad would have been. Yeah, I wish we were in the same room, or like I wish we were together when they announced, but like they were back കോട്ടയത്തായിരുന്നു വീട്ടിൽ. But of course like I called them up as soon as, and they were both very happy. അതായത് ഇപ്പോൾ ഫൈനൽ ലിസ്റ്റ് ഇങ്ങനെ ഒരുപാട് പത്രത്തിലുണ്ടായിരുന്നല്ലോ, ഒരുപാട് മീഡിയകളിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. ലൈക്ക് അവരുടെയൊക്കെ കൂടെയാണ് എൻ്റെ പേര്, ലൈക്ക് നല്ല ഒരുപാട് ആക്ട്രസസിൻ്റെ കൂടെയാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അന്ന് അവാർഡിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേ എന്നെ മീഡിയാസിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേര് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനാണ് നിങ്ങൾ വരുന്നത്, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചാൻസ് ഉണ്ടല്ലോ, ലിസ്റ്റിലുണ്ട്, അതുകൊണ്ടാണ് വരുന്നതെന്ന്.
2 പേരെ ഞാൻ എക്സ്പെക്ട് ചെയ്തെടുത്ത് 20 പേര് വന്നു. ലൈക്ക് 2 പേരല്ലേ അവർക്കുള്ള റിഫ്രഷ്മെന്റ് ഒക്കെ അറേഞ്ച് ആക്കി ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ 20 പേര് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി. അവർക്ക് ടെൻഷനായിപ്പോയി. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളിത് അറിഞ്ഞിട്ടാണോ വന്നത്, അല്ലെങ്കിൽ എനിക്കല്ലെങ്കിൽ എനിക്ക് ശരിക്കും സങ്കടമാവും ഇത്രയും പേര് വന്നിട്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ മലപ്പുറത്തു നിന്നൊക്കെയാണ് വരുന്നത്, കുറേ ദൂരത്തു നിന്നാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ അത്രയും ട്രാവൽ ചെയ്ത് വരുന്ന സമയം ഞങ്ങൾക്ക് ലാഭിക്കാമല്ലോ, നിങ്ങൾക്കല്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ പോവും, ലൈവ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സങ്കടമായി. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ നിനക്കല്ല എങ്കിൽ ടെൻഷൻ ആവണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർക്ക് അതായിരുന്നു വിഷമം. പിന്നെ ഇങ്ങനെ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ഓരോരുത്തരുടെ അന്നാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ TV കേടായി. അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് ഷംല ഹംസ എന്ന് കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് അപ്പുറത്ത്. അപ്പോൾ ഈ പേര് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, എനിക്കാണോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടപ്പോൾ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു ഷംല ഹംസയ്ക്കാണ് എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ലൈക്ക് നമ്മൾ എന്താ പറയുക, എങ്ങനെയാണ് അത് എൻജോയ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സമയമല്ലേ, അങ്ങനെയാണ് ആ ഒരു മൊമെൻ്റ് ഉണ്ടായത്. എങ്ങനെ അത് സെലിബ്രേറ്റ് ചെയ്യും എന്നറിയാത്ത അത്രമാത്രം എക്സൈറ്റഡ് ആയിട്ട് സന്തോഷമായിട്ടുള്ള ഒരു സമയം. ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് അല്ലേ, ഇൻഫാക്ട് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഇൻ ദ കൺട്രി. അപ്പോൾ അവിടെ അത് മലയാളം സിനിമ എല്ലാവരും നോക്കുന്ന ഒരു മേഖലയാണ്. ഇന്ത്യയിലെ എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും ശ്രദ്ധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ അവിടെ നിന്ന് ഒരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെൻറ്റ്. ബിഫോർ വി ഗോ എനി ഫർദർ ഇൻ ടു യുവർ ജേർണി, ഐ എം ജസ്റ്റ് ഗോയിങ് ടു ത്രോ സം ക്വസ്റ്റ്യൻസ് അറ്റ് യു ആൻഡ് സെയിം ക്വസ്റ്റ്യൻസ് ഫോർ ബോത്ത് ഓഫ് യു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഫ്രം മ്യൂസിക്, ഫ്രം ആക്ടിങ്. ഓക്കെ, ഡൺ. ആദ്യത്തെ പാട്ട്, സ്റ്റേജിൽ കയറി പാടിയ പാട്ട്? രാപ്പാടിതൻ, പഴയ പാടിയത്. എത്ര വയസ്സിൽ? 6 or 7. എവിടെ? സ്കൂളിൽ. യെസ്, ഒരു ഡ്യുവറ്റ് ആയിട്ട് ഒരു ടീച്ചർ, ഷീ പുട്ട് മീ ഓൺ സ്റ്റേജ് ഫോർ എ ഡ്യുവറ്റ് വിത്ത് ദിസ് വൺ അതർ ഗേൾ. ദാറ്റ്സ് ദ ഫസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഒരു പെർഫോമൻസ് വാസ് ദാറ്റ് സോങ്. ഡു യു റിമെമ്പർ ഹൗ യു ഫെൽറ്റ് ആ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അത് കഴിഞ്ഞപ്പോൾ? I was very scared, of course. I'm like 6 years old. ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു പഴയ മലയാളം പാട്ട് തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അന്നൊക്കെ ഞാനൊരു പാട്ടുകാരി പാട്ട് പാടും എന്നൊരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഫാക്റ്റ് ഒന്നും അല്ലായിരുന്നു. മിസ്സിന് ഇങ്ങനെ കേട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ വോയിസ്, അപ്പോൾ ഒരു ഡ്യൂവറ്റ് പോലെ ആക്കി എന്നെ ഷീ പുട്ട് മീ ഓൺ സ്റ്റേജ്. പക്ഷേ ആ ഒരു പെർഫോമൻസ് കാരണമാണ് എൻ്റെ അച്ഛനും മനസ്സിലായത് പാട്ട് പാടാൻ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലായിട്ട് എന്നെ ക്ലാസ്സസിന് വിട്ടത്. സോ യാ, ആ പാട്ടൊന്ന് പാടും രണ്ടുപേരും. രാപ്പാടിതൻ പാട്ടിൽ കല്ലോലിനി രാഗാദ്രമാം ദിവ്യ കാവ്യാഞ്ജലി. I'm recovering from a cold, but totally understandable. And in fact, Zebene നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആക്ച്വലി ത്രൂ ദ മൂവി ലോകയാണ്, ക്വീൻ ഓഫ് ദ നൈറ്റ് അല്ലേ? So that song was sung and written by. Yes. 1001 നുണകൾ. അതിനു മുമ്പ് സ്റ്റേജിൽ കയറിയിട്ടില്ല. എന്ത് ധൈര്യത്തിൽ പോയാണ് അഭിനയിച്ച സിനിമയിൽ? എനിക്ക് നാടകം ഒക്കെ ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ലൈക്ക് അവരൊക്കെ സമ്മതിക്കണം സ്റ്റേജിൽ കയറി ഇങ്ങനെ സ്പോട്ട് ആ സമയത്ത് തന്നെ ഡയലോഗ് പറയാം. അപ്പം അതിന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പേടി കൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സ്കൂളിലൊക്കെ പാട്ട് ചെറുതായി പാടും, ഒപ്പന പഠിപ്പിക്കും, ഒപ്പന കളിക്കും, അങ്ങനത്തെ പ്രോഗ്രാംസിനെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അഭിനയത്തിൽ ഒരിക്കലില്ല, ഡ്രാമയിലില്ല. ഇല്ല, എൻ്റെ ഉപ്പ പക്ഷേ ഒരു പഴയ നാടക നടനായിരുന്നു, നന്നായിട്ട് പാടും. മുഹമ്മദ് റാഫി സാറിൻ്റെ സോങ്സാണ് കൂടുതലും ഇപ്പോൾ പാടാറുണ്ടായിരുന്നത്. ഉപ്പേനെ കണ്ടിട്ട് എനിക്കിഷ്ടമാണ് സംഭവങ്ങളൊക്കെ. പിന്നെ ആദ്യത്തെ അഭിനയം എന്ന് പറഞ്ഞാൽ 1001 നുണകൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ദുബായിലായിരുന്നു അതിൻ്റെ ഓഡിഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്തത് എൻ്റെ പാട്ട് ആ സിനിമയിൽ വരണം എന്നാണ്. ഞാൻ എഴുതിയ ഒരു സോങ് ആ സിനിമയിൽ വരണം എന്ന് വിചാരിച്ചിട്ട് ഡയറക്ടറെ മീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഞാൻ അവിടെ പോയതാണ്. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, അവർക്ക് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചത് ഞാനൊരു സോങ് എഴുതിക്കോട്ടെ എന്നാണ് ഡയറക്ടറോട്. സ്റ്റിൽ ഞാനത് വിട്ടില്ല. അപ്പോൾ എന്നോട് എഴുതിക്കോളാൻ പറഞ്ഞു. പക്ഷെ അതിന് പാട്ട് വേണ്ടി വന്നില്ല. ദെൻ അഭിനയത്തിലേക്ക് കയറി. ദെൻ ഒരു 10 ദിവസത്തെ ഒരു 1 വീക്ക്, മോർ ദാൻ 1 വീക്ക് നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ചെയ്തത് ജിജോയ് പുളിക്കൽ സാറാണ്. ആ സാറാണ് മനസ്സിലാക്കി തന്നത് ലൈക്ക് അഭിനയിക്കാൻ കഴിയും എന്നുള്ളത്. നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്ന സംഭവമൊക്കെ പൊളിച്ചടുക്കി കൈ തന്ന് നമുക്ക് നമ്മളായിട്ട് ഒരു ആക്ടിങ്
പ്രൊഫഷനായിട്ട് എടുക്കാം എന്നുള്ളത് മനസ്സിലാക്കി തന്നത് സാറാണ്. അയ്യോ, അപ്പൊ നേരിട്ട് എന്താ പറയാ നീന്തുക തന്നെ ആ സിറ്റുവേഷൻ ആയി അല്ലേ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഫോർ യു സ്റ്റേറ്റ് അവാർഡ് അല്ലാതെ, what do you think, what in your eyes is the biggest achievement? ഐ തിങ്ക് ആസ് യു ജസ്റ്റ് സെഡ് ലോക്കൽ ആ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റാതെ ആ ഒരു സോങ് പെർട്ടിക്കുലർലി പേഴ്സണലി എനിക്കൊരു ബിഗ് വിൻ ആയിരുന്നു. ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ എഴുതി പാടിയൊരു സോങ് റിലീസാവുന്നത്. സോ ആ പാട്ട് എഴുതാൻ പറ്റുന്നതും അത് റിലീസായിട്ട് ഇത്രയും ഒരു നല്ല റിസപ്ഷനും കിട്ടിയ ആ സോങ്ങിന്. സോ that would be like a personal big achievement for me at least. And the process was also interesting. ഞാൻ കേട്ടു that you were sent visuals and Yeah. full detailing of the scene, and accordingly you had to write it. അല്ലേ? ബിക്കോസ് ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് അല്ലേ. കാരണം അതൊരു കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ ഒരു മിത്തിക്കൽ ക്രീച്ചർ, ഒരു ക്യാരക്ടർ മോഡേൺ ഏജ് എറയിൽ ഒരു ഹീറോയിൻ and her perspective is what I had to write on. So ആദ്യം when Jake Shedden told ഇങ്ങനത്തെ ഒരു പാട്ടുണ്ട് and Officer on Duty Neon Ride എന്ന് പറഞ്ഞ സോങ്ങില് I had tried to write a particular verse, so he knew I like to write from that. രണ്ടുപേർക്കും അടുത്ത കോമൺ റൈറ്റിംഗ്. അപ്പൊ ഇത് ഈ ലോക്കയുടെ ഈ സോങ്, ലോക്ക എന്ന് പറഞ്ഞ ഫിലിമാണ്. അന്ന് ലോക്ക എന്താണ്, ആരാണ്, ഏത്, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് Dominic he called and gave me a brief. ഇതാണ് സംഭവം, വെറൈറ്റി കോൺസെപ്റ്റ് ആയിരുന്നു. I'm like okay, interesting. So I sat, I got the visuals. ഞാൻ ഇരുന്ന് ഒരു 1 or 2 ഡേയ്സിൽ എനിക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ഡ്രാഫ്റ്റ് എന്ന രീതിയിൽ ലിറിക്സിൻ്റെ ഉണ്ടായിരുന്നു. അയച്ചു, ഇഷ്ടപ്പെട്ടു, പിന്നെ എല്ലാം പെട്ടതായിരുന്നു. സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയ മുംബൈയിലായിരുന്നു ഞാൻ ആദ്യം പോയി പടം കണ്ടത്. ലൈക്ക് ഓൾ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ അവർ സൈഡിൽ വീഡിയോ എടുക്കുക, ചിയർ ചെയ്യുക. സോ ഐ വാസ് a little embarrassed, but personally inside I was so much very happy. അതെങ്ങനെ എൻജോയ് ചെയ്യാം അങ്ങനെ അറിയാത്തൊരു മൊമെൻ്റാണ്. ബട്ട് അത് റിയലൈസ് ചെയ്തത് ലൈക്ക് മമ്മൂക്കേൻ്റെ കൂടെയാണ് ആ വർഷത്തിലാണ് എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ്. അതാണ് പിന്നെ ഞാനൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് അത് കണക്കാക്കുന്നത്. മമ്മൂക്കയോട് നേരിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട്? എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ സംസാരിച്ചിരുന്നു ഈ അടുത്ത്. എന്താന്ന് വെച്ചാൽ സ്റ്റേറ്റ് അവാർഡ് സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറി സംസാരിച്ചപ്പോൾ ഞാൻ പഠിച്ചു വന്ന പ്രസംഗത്തിൽ നിന്നും അദ്ദേഹത്തെ വിട്ടുപോയി. അതെന്ന് പറഞ്ഞ എല്ലാവരും കണ്ടപ്പോഴേ പെട്ടെന്ന് ടെൻഷനായിപ്പോയി. അപ്പം എനിക്ക് കുറേ പറയാനുണ്ടായിരുന്നു. ലൈക്ക് മമ്മൂക്കേൻ്റെ കൂടെയാണ് എൻ്റെ അവാർഡ് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തി മറന്നുപോയി. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഇത്ത ചോദിച്ചത്, എന്താ നീ പറയാഞ്ഞത്, മമ്മൂക്ക നിൻ്റെ സിനിമയെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ട് എന്തേ പറയാഞ്ഞത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് പറഞ്ഞില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമ 101 നുണകൾ, അതിൻ്റെ പ്രൊഡ്യൂസർ സലീം അഹമ്മദ് സാറാണ്. സാറിൻ്റെ പേര് പറയാൻ മറന്നുപോയി. ആൻഡ് എൻ്റെ ഫെമിനിറ്റി ഫാത്തിമ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ കൂടെ താങ്ക് ചെയ്യാൻ മറന്നുപോയി. ആൻഡ് എൻ്റെ ഫാമിലിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ മറന്നുപോയി, ലൈക്ക് വിത്ത് ദ അവാർഡ്. അതൊക്കെ ആ സമയത്ത് മറന്നുപോയ കാര്യങ്ങളാണ്. എല്ലാം ബ്ലാങ്ക് അടിച്ചു പോയി. സത്യം ഷംലയുടെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറം മറന്നുപോയി. ഐ അണ്ടർസ്റ്റാൻഡ് വേർ ഷീ ഈസ് കമ്മിങ് ഫ്രം. ബിക്കോസ് ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എൻവയൺമെന്റ് അത്രയ്ക്കും ഒരു വേറെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ആ overwhelming, I think that's the best word. It's very overwhelming. Fully. അപ്പൊ നമ്മൾ വെരി നാച്ചുറൽ, നമ്മൾ ബ്രെയിൻ തന്നെ ഭയങ്കര ഒരു സ്പേസിൽ. അപ്പൊ സെയിം തിങ്, ഐ അണ്ടർസ്റ്റാൻഡ് where she is coming from. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ മമ്മൂക്കയ്ക്ക്. ഇങ്ങനെ എനിക്ക് എൻ്റെ ഒരു സങ്കടം പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചതാണ്. ലൈക്ക് ഞാൻ മറന്നുപോയി, എനിക്ക് പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് മെസ്സേജ് അയച്ചു, ജസ്റ്റ് റിലാക്സ്, എൻജോയ്, ഡോണ്ട് വറി, ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞു. അത് കണ്ടപ്പോൾ പിന്നെ സന്തോഷം. ഹൂസ് അഡ്വൈസ് ഡു യു ടേക്ക്? നിങ്ങൾ രണ്ടുപേരും അഡ്വൈസ് എവിടെ നിന്നാണ്, ആരുടെ അഡ്വൈസ് ആണ് എടുക്കുന്നത്? വിത്തിൻ ദ ഫാമിലി, ഔട്ട്സൈഡ് ദ ഫാമിലി? Within the family, of course, my dad, I mean, my innermost, my family, my parents, of course. Outside, I would say musicians or people in my field who I can trust, because the hard way aanu padichad. I think if there's something that I've learned, I know I'm just very young, I'm still learning, പക്ഷേ is that ഒരു 100 ആൾക്കാർ അഡ്വൈസ് തരാൻ വരും. There will be millions of people around you who want to give you advice, but it's very important to know what advice and to take from where. From whom? Yeah. അത് എനിക്ക് പേഴ്സണലി അറിയത്തില്ലായിരുന്നു പണ്ട്. ബിക്കോസ് ഐ യൂസ് ടു ജസ്റ്റ് ആര് പറയുന്ന എന്ത് പറയുന്നതും ഇവർ പറഞ്ഞത് ശരിയാണോ, ഇങ്ങനെ ആയിരിക്കും, ഇവർക്ക് ഇത്രയും വർഷത്തിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ ദേ മൈറ്റ് നോ ബെറ്റർ.
പക്ഷെ that's not true necessarily. They will not know what's best for you. And intentions might not be the right place to Also അതും ഉണ്ടാവാറുണ്ട്. വെരി മച്ച് അപ്പോൾ ഐ എം സ്റ്റിൽ ലേണിംഗ് ആ ഒരു ഇത്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഏജിൻ്റെ ആണോ ഓർ ബിക്കോസ് ഐ എം റിലേറ്റീവ്ലി മേ ബി കുറച്ചുകൂടി ഇൻഎക്സ്പീരിയൻസ് ദാൻ കുറച്ചുകൂടി ലൈക്ക് ബിഗർ പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി, ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിൻ വിൽ ബി ലൈക്ക് ഓക്കെ അവർക്കാണ് അറിയുന്നത്, ദേ നോ ബെറ്റർ, യു ഷുഡ് ലിസൺ ടു വാട്ട് ദേ സേ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് നെസസറിലി വാട്ട്സ് ദ ബെസ്റ്റ് ഫോർ യു. സോ ദാറ്റ് ഇസ് സംതിങ് ഐ എം ലേണിംഗ്. ഞാൻ ഫാമിലിയിൽ നിന്ന് ഉമ്മ ഉപ്പ എൻ്റെ ഇത്ത ഹസ്ബൻഡ്, ഇത്ത ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ? ഇത്ത ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അതെ അതെ, ഇത്താൻ്റെ ഹസ്ബൻഡും ഒത്തിരി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു എനിക്ക് പ്രശ്നമില്ലാത്തൊരു ഉപദേശമാണെങ്കിൽ സ്വീകരിക്കും. ഔട്ട്സൈഡ് ദ ഫാമിലി ഓഫ് കോഴ്സ് ഞാൻ താമർ KV, ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താമറിനോട് ചോദിക്കാറുണ്ട്. 101 നുണകളുടെ ഡയറക്ടറാണ്. പിന്നെ അതുപോലെ സലീം അഹമ്മദ് സാറ്, പിന്നെ ജിയോ ബേബി സാറിനോട് ചോദിക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ആളുകളോട് ഞാൻ ജിയോ ബേബി ചേട്ടനോടൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ശരിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾക്ക് എടുക്കേണ്ട ഡെസിഷൻ എന്താണ് രണ്ടുപേർക്കും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഏത് പ്രോജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ കരിയർ വൈസ് ആണോ? കരിയർ ഓർ അതർവൈസ്? ഐ മീൻ എനിക്കൊരു ഇമ്മീഡിയറ്റ് ലൈഫ് ഡിസിഷൻ ഇപ്പോൾ എടുക്കേണ്ട ഡിസിഷൻ ഞാൻ എടുത്തു. അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയത് ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം മുംബൈ ടു കൊച്ചി. എന്നാൽ ഷിഫ്റ്റിംഗ് പൂർണ്ണമായിട്ടില്ല താനും. യു ഹാവ് എ ബേസ് ഓൾസോ. ബേസ് ഉണ്ട്. സോ ഐ വിൽ ബി കമ്മ്യൂട്ടിങ്. ഇപ്പം ഞാൻ മുംബൈയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഐ ബീൻ ലിവിങ് ഇൻ മുംബൈ. അപ്പം ഞാൻ കൊച്ചിയിലായിരുന്നു വർക്കിന് ഇങ്ങനെ ഷട്ടിൽ ചെയ്യുന്നത്. സോ ഐം ജസ്റ്റ് ഡൂയിങ് ദി ഓപ്പോസിറ്റ്. ഞാനിപ്പോൾ കൊച്ചിയിൽ വന്ന് സ്റ്റേ ചെയ്യുന്നു. മുംബൈയിൽ ഐ സ്റ്റിൽ കീപ് വർക്കിംഗ്. അപ്പോൾ ബൈ മാർച്ച് ഐ വിൽ ബി ഷിഫ്റ്റിംഗ്. ആൻഡ് യു? ഒരു ഇതെല്ലാം ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൗദിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു ലോങ് ടേം ഡിസിഷൻ ഒന്നും ഇപ്പം ഇല്ല. തീർച്ചയായിട്ടും വരുന്നത് പ്രൊജക്ട്സ് പുതിയത് വരുന്നത് നല്ല പ്രൊജക്ട്സ് എടുക്കുക ചെയ്യുക എന്നുള്ള ഷോർട്ട് ടേം ഡിസിഷനാണ് ഇപ്പോൾ ഉള്ളത്. ഈ സിനിമയിൽ ഫെമിനിച്ചി ഫാത്തിമയിൽ ഏറ്റവും ടഫായിട്ടുള്ള സ്പോട്ട് എന്തായിരുന്നു? എല്ലാം ടഫായിരുന്നു. എല്ലാം ടഫായിരുന്നു. ഏറ്റവും ടഫ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു അമ്മ എന്ന നിലയ്ക്ക് 6 മാസമുള്ള ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുക, വിച്ച് ഇസ് ത്രൈവിങ് ഓൺ സ്പോണ്ടേനിറ്റി. വേറെ എലിമെന്റ്സ് ഒന്നുമില്ല, നമുക്ക് ഒരു ബാക്ക് ഡ്രോപ്പോ ഒരു സ്കെയിലോ ഒന്നും ഇല്ലാതെ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചാലഞ്ചാണ്. അതല്ലാതെ എവിടെയെങ്കിലും ഒരു ടൈറ്റ് സ്പോട്ട് ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുള്ള ഒരു സീനോ സിറ്റുവേഷനോ ഉണ്ടായിരുന്നു? അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു ആക്ച്വലി. മോൾ അവിടെ ഉണ്ട്, അത് ഓക്കെ ആണോ എന്നുള്ള തോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എപ്പോഴാ കൂടുതൽ ടെൻഷൻ എന്ന് വെച്ചാൽ ആ ബെഡുമായിട്ട് നടക്കുമ്പോൾ, ആ ബെഡുമായിട്ട് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പം അതുമായിട്ട് നടക്കുമ്പോൾ അവൾ എന്ത് ചെയ്യായിരിക്കും എന്നുള്ള ടെൻഷൻ എപ്പോഴും ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ഡയലോഗും ആ ക്യാരക്ടറും അങ്ങനെ പിടിച്ചു പോകാൻ വേണമല്ലോ. അപ്പം ആ സമയമൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫാസിലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ആൻഡ് ആ ക്രൂ ഭയങ്കര നമ്മുടെ വീട്ടുകാരെന്ന് പറയില്ലേ, അങ്ങനെയുള്ള ക്രൂ ആയിരുന്നു. ആൻഡ് വീട്ടിലുള്ളവർ, അവിടുത്തെ വീട്ടുകാർ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കൂടെ. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം ഒറ്റ ആണുങ്ങൾ, ആ സിനിമ കാണുന്ന ആണുങ്ങൾ ഒരിക്കലും പിന്നെ ഭാര്യമാരോട് പറയില്ല ഫാൻ ബോയ് ഓഫ് ചെയ്യാൻ. അതെന്തായാലും ഉറപ്പാണ്. Zeba, for you, what was the toughest spot in your career so far? I think making the decision to move to Mumbai. ആ ഒരു ഡിസിഷൻ. കാരണം ഞാനൊരു കോളേജ്, എനിക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് ഐ വാണ്ടഡ് ടു ഗോ ടു ബർക്ക്ലി പഠിക്കാൻ വേണ്ടിയിട്ട്, മ്യൂസിക് പഠിക്കാൻ. അപ്പം എൻ്റെ അമ്മ ആസ് എൻ ഇന്ത്യൻ മോം വാസ് ലൈക്ക് ഒരു ഡിഗ്രി ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ പഠിച്ചോ, പാട്ടിൻ്റെ ഇത് യു ക്യാൻ ഡു വാട്ട് എവർ. ഞാനും അത് തന്നെയായിരുന്നു. സോ ഐം ലൈക്ക് ഓക്കെ ഫെയർ. ആൻഡ് അങ്ങനെയാണ് ഞാൻ തേവര സേക്രഡാസ് കോളേജിൽ ലിറ്ററേച്ചറിൻ്റെ ഡിഗ്രി ചെയ്തത്. പിന്നെ 3rd ഇയർ ആയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാം, കിട്ടിയാൽ കിട്ടി, ഐ കൻ അറ്റ്ലീസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞൊരു ഇതിൽ ഞാൻ ബർക്ക്ലിയിൽ അപ്ലൈ ചെയ്തു, ഓഡിഷൻ ചെയ്തു, എനിക്ക് കിട്ടി, അഡ്മിഷൻ കിട്ടി, ഒരു ചെറിയ സ്കോളർഷിപ്പ് കിട്ടി. ബട്ട് ഈവൻ സ്കോളർഷിപ്പ് ഉണ്ടായിട്ടും ഇറ്റ് വാസ് ദാറ്റ് എക്സ്പെൻസീവ്, ലൈക്ക് അതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഇത്. ആൻഡ് സംതിങ് ലൈക്ക് മ്യൂസിക് ആർട്ട് എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ നമ്മൾ ഇത്രയും ഒരു മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ്, നമ്മളെ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അതിലൊക്കെ ROI is guaranteed to an extent. പക്ഷെ മ്യൂസിക് ആർട്ട് ആ ഫീൽഡിൽ ഞാൻ കുറച്ച് ചെറുപ്പം തൊട്ടേ തുടങ്ങിയ കാരണം ഐ നോ ഹൗ റിസ്കി ദ ഫീൽഡ് ഇസ്. അത്രയും ഒരു മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് മ്യൂസിക് എന്ന് പറയുന്ന സാധനം പഠിക്കാൻ ഇറ്റ് ഡിഡ്ന്റ് മേക്ക് എനി സെൻസ് ടു മീ പേഴ്സണലി. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, നോട്ട് നൗ, മേ ബി ലേറ്റർ ഇൻ ദ ഫ്യൂച്ചർ, ഇപ്പോൾ വേണമെങ്കിലും എനിക്ക് ചെയ്യാം, ഇപ്പോൾ വേണ്ട എന്നൊരു മൊമെൻറ്റിലായപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ.
പെട്ടെന്ന് അതിങ്ങനെ പോയി. ബിക്കോസ് ബെർക്ക്ലി സംതിങ് ഐ ഹാഡ് ബിൽട്ട് അപ്പ് ഇൻ മൈ ഹെഡ് ഫോർ ലൈക്ക് വർഷങ്ങളായിട്ട്. ലൈക്ക് ഓക്കെ ബെർക്ക്ലി US. പെട്ടെന്ന് അത് ഇല്ലാണ്ട് ആയപ്പോൾ ഒരു ഭയങ്കര ഒരു ബ്ലാങ്ക് സ്റ്റേറ്റിലായിരുന്നു. ഇപ്പോൾ വാട്ട് നൗ, ഇപ്പം എന്ത് ചെയ്യണം, എവിടോട്ട് പോകണം, ഭയങ്കര ഒരു എംറ്റി ഒരു ഇതായി. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് കുറച്ച് എൻ്റെ മ്യൂസിഷ്യൻസ് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ഇന്ത്യയിൽ ഒരു ചെറിയ മ്യൂസിക്കിൻ്റെ ഒരു കോഴ്സ് ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ മുംബൈയിൽ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാൻ പോയത്. ആൻഡ് അവിടെ ഐ തിങ്ക് ഇറ്റ്സ് എ ത്രൈവിംഗ് ഇൻഡസ്ട്രി, ദർ ലോട്ട്സ് ഓഫ് വർക്ക്, പക്ഷേ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ. വേർ ഡിഡ് യു ലൈക്ക് ഒരു സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു ഫേസ് നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടോ? ഇൻ യുവർ കേസ് ഐ തിങ്ക് യുവർ സ്ട്രഗിൾ വാസ് മിടുക്കി. അവിടെ ശരിക്കും മിടുക്കിയായിരുന്നു ആ ഫേസ് ഓഫ് സ്ട്രഗിൾ. മിടുക്കിയിൽ വന്നിട്ടുണ്ടെന്ന് പലർക്കും അറിയില്ല, പക്ഷെ മിടുക്കിയിൽ സെമി ഫൈനൽസ് വരെ എത്തി അല്ലേ? സെമി ഫൈനലിന് മുന്നേ വരെ എത്തി. ടെൽ മീ അബൌട്ട് ദ മിടുക്കി ഫേസ്. മിടുക്കി നമുക്ക് ആ സമയത്ത് ഭയങ്കര ധൈര്യമുള്ള ഒരു സമയമാണല്ലോ. ഒരു 21 വയസ്സ് 22 വയസ്സൊക്കെ. അപ്പോൾ മിടുക്കിൻ്റെ ഒരു ഇത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഫാഷൻ അങ്ങനെയായിരുന്നു അതിൻ്റെ. അപ്പോൾ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലാണ് എൻ്റെ കണ്ണു പോയത്. അങ്ങനെ ഞാൻ ഓഡിഷൻ അയച്ചു, ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി. അപ്പോൾ ഫസ്റ്റൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ കോൺഫിഡൻസ് പോകാൻ തുടങ്ങി. ഞാൻ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ്. ലൈക്ക് ചെറിയൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ അതായത് കൂടുതൽ മീഡിയയുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ആ സമയത്ത്. പക്ഷെ ഞാൻ പോണത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലുള്ള കുട്ടികളൊക്കെ ഭയങ്കര അടിപൊളിയാണ് ആ സമയത്ത് തന്നെ. നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ്, അതെ കൊച്ചിക്കുട്ടി നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നന്നായിട്ട് അവർക്ക് അവരെ ക്യാരി ചെയ്യാൻ അറിയുന്ന ഒരു സമയമേ അപ്പോഴുമാണ്. പക്ഷെ ഞാനതൊന്നും അറിയാത്ത ഒരാൾ. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് അവിടെ പോയി. അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ എന്നെ എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. ബിക്കോസ് അന്നത്തെ ആ ഒരു എനർജി, ആ ഒരു ലൈക്ക് എന്തും ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അതിപ്പം കുറച്ച് കുറവാണ്. അയാൾ തിരിച്ചു വരും ഇപ്പോൾ. വരുന്നുണ്ട്. ഈ മുംബൈയിലെ സ്ട്രഗിളിനെ കുറിച്ചൊക്കെ സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ മുംബൈയുടെ സ്ട്രഗിൾ എങ്ങനെയുണ്ടായിരുന്നു ദേവിക്ക്? ഐ തിങ്ക് ഞാനൊരു കറക്റ്റ് സമയത്താണ് പോയത്. അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വെരി ട്രൂ. ബിക്കോസ് ചിലപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ പോയായിരുന്നെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് കൂടെ പിന്നെ എൻറ്റയർലി ഡിഫറെൻറ്റ്. എനിക്കൊന്നും ഞാൻ ആ കോളേജിൻ്റെ ഒരു ഫേസ് കഴിഞ്ഞിട്ട് പോയതാണ്. എനിക്ക് കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഹൗ ടു മനൂവർ ലൈക്ക് അവിടുത്തെ ഒരു ഇത്. പക്ഷേ എനിക്ക് ഓണസ്റ്റ്ലി ഐ ലവ് ദ സിറ്റി. എനിക്ക് പോയപ്പോൾ തന്നെ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ സിറ്റി. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ടാലൻറ്റ് കോമ്പറ്റീഷൻ ഈസ് വെരി ഹ്യൂജ് ഹെവി. അത് ഞാനിപ്പോൾ കളയാക്കാറുണ്ട്. ഞാൻ താമസിക്കുന്ന അന്ധേരി വെസ്റ്റിൽ ഒരു കല്ലെറിഞ്ഞ ഒരു 10 സിംഗേഴ്സ്, 20 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, 30 ആക്ടേഴ്സ് അവരുടെ തലയിൽ, അങ്ങനത്തെ ഒരു ഏരിയയാണ് അന്ധേരി വെസ്റ്റ്. അതാ. സോ അത്രയ്ക്കും ഒരു സാച്ചുറേറ്റഡ് ഇൻഡസ്ട്രിയിലോട്ടാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെതായ സ്പേസ് എന്താണ്, എവിടെയാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ഉള്ള കാരണം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വാട്ട് സ്പേസ്? വേർ ഡിഡ് യു ഫൈൻഡ് ദ സ്പേസ്? സോ ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാനാണ് പോയത്. പക്ഷേ എൻ്റെ തന്നെ കുറേ ആവന്യൂസ് എനിക്ക് മനസ്സിലായത് മുംബൈയിൽ പോയിട്ടാണ്. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വോക്കൽ അറേഞ്ച്മെൻറ്റ്, വോക്കൽ ഡിസൈനിങ്, ആ ഒരു അത് എനിക്ക് തന്നെ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. സോ വോക്കൽ ഡിസൈനിങ് ആൻഡ് വോക്കൽ അറേഞ്ച്മെന്റ് ഞാനിപ്പോൾ വേറെ ആൾക്കാരുടെ പ്രോജക്ട്സിന് ചെയ്തു തുടങ്ങി. സോ ലൈക്ക് കുറച്ച് ആൾക്കാരുടെ ഒറിജിനൽസ്, EPs, ആൽബംസ്, പിന്നെ ശാശ്വത് സച്ദേവ്, ധുരന്തരുടെ മ്യൂസിക് ഡയറക്ടർ. സോ ഐ വാസ് ഏബിൾ ടു വോക്കൽ അറേഞ്ച് ഫോർ കപ്പിൾ ഓഫ് ഹിസ് പ്രോജക്ട്സ് ആൻഡ് എവറിത്തിങ്. സോ അങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസും എൻ്റെ തന്നെ അങ്ങനത്തെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലായതൊക്കെ അവിടെ പോയിട്ടാണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, ദാറ്റ്സ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് തിങ് ദാറ്റ് ഐ ഗോട്ട് മുംബൈയിൽ മാറിയിട്ട്. ഇപ്പം ഞാൻ ബാൻഡ് അല്ല, എൻ്റെ തന്നെ ഒറിജിനൽസ്. ഐ ഹവ് കമ്പോസ്ഡ്, റിട്ടൺ ആൻഡ് റിലീസ്ഡ് 3 songs. അപ്പോൾ അത് എഴുതിയതും റിലീസ് ചെയ്തതൊക്കെ മുംബൈയിൽ പോയിട്ടാണ്. പിന്നെ ഹീരാമണ്ടിയില്ലേ? ഹീരാമണ്ടിയിലെ ഒരു ട്രാക്ക് അല്ലേ? ഹീരാമണ്ടിയില് പ്രോമോസിലൊക്കെ ഫുൾ വോക്കൽസ് കൊടുത്തത് ഞാനാണ്. So did you meet Sanjay Leela Bhansali? I saw him. I didn't go talk to him. പ്രീമിയറിന് പോയപ്പോൾ like all of these people were there. Like ഈ ബോളിവുഡ് A-listers ഇവരൊക്കെ ഞാനൊക്കെ ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ. ഏതാണ് ഏറ്റവും വലിയ A-lister കണ്ടത്? അയ്യോ, I think the one I remember the most is Alia Bhatt. Alia Bhatt. Oh my, she's like radiating. She's just walking across. It's amazing. നമുക്ക് അവിടേക്ക് പോണ്ടേ ശംല? പോണം. Who's your friend from the industry? Of course you mentioned Tamar, Gio. Tamar.
ജിയോ ബേബി സർ, ഫാസിൽ ഓഫ് കോഴ്സ്, ഫെലോ ആക്ടേഴ്സ് ആരെങ്കിലും? കുമാർ സുനിൽ. കുമാർ സർ, ഓ ഹി ഈസ് സച്ച് എ ഫാബുലസ് ആക്ടർ. അദ്ദേഹത്തെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ആ നെയ്ബർ ഉണ്ടല്ലോ, സൂറത്ത, വിജയ് വിശ്വനാഥ്, അവർ രണ്ടുപേരും And എല്ലാം ആക്ച്വലി അതെ ഈ സിനിമയിൽ എവറിബഡി. ഈവൻ മെത്ത കൊണ്ടുവരുന്ന ആളാണെങ്കിലും മറ്റേ ഒരു തമിഴത്തി സ്ത്രീ വരുന്നതും രാജീവ്, എല്ലാവരും, എല്ലാ ക്യാരക്ടേഴ്സും. പിന്നെ 1001 നുണകളിലെ സജിൻ അലി. ആൻഡ് 1001 നുണകൾ സിനിമയിൽ എല്ലാവരുമായിട്ടും നല്ല ക്ലോസ് ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക്. അതൊരു ക്ലോസ് എൻവയറമെന്റിലുള്ള അതെ അതെ, എല്ലാവരുമായിട്ടും നല്ല. I think എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി അല്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ ബാൻഡ് മെമ്പേഴ്സ് ഓർ ലൈക്ക് ദ മ്യൂസിഷ്യൻസ് ദാറ്റ് ഐ വർക്ക് വിത്ത് ആർ പീപ്പിൾ ഹു ഐ റെസ്പെക്ട് അ ലോട്ട് ആൻഡ് ഐ കീപ് ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് ഇപ്പം എൻ്റെ ബാൻഡിലുള്ള ആൾക്കാരാണ് 3 പേരാണ് എൻ്റെ കോളേജിൽ എൻ്റെ സീനിയേഴ്സ് ആയിരുന്നു. അവിടെ തൊട്ട് we have been on the same musical journey. So അതിൽ Aloy is a drummer, he plays for Mother Jane now. Reniel is a sound engineer and he mixes for like Masala Coffee, a lot of big artists and bands. Steve is the keyboardist, he is now Atif Aslam's keyboardist. So we've all had our independent journeys, but we've been growing alongside each other. So yeah, just my musicians, band members, they are very important to me. Who's your favorite singer? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ I always still don't ask a singer who their favorite Somebody who's on your playlist the most. അങ്ങനെ. Okay, current favorite or a singer would be this artist called Yeba. Yeba. Yebba. Zeba, Yeba. 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 Yeah, her. She's an insane vocalist. Yeah, okay. And ആരാണ് favorite actor for you? മമ്മുക്ക, ലാലേട്ടൻ. മമ്മുക്ക, ലാലേട്ടൻ. Actress? എനിക്ക് ഉർവശി ചേച്ചി. ഉർവശി ചേച്ചി. ഓക്കെ. ഉർവശി ചേച്ചി, മഞ്ജു വാര്യർ, മഞ്ജു വാര്യർ, പാർവതി തിരുവോത്ത്, ഇവരൊക്കെയാണ്. ഓക്കെ. പിന്നെ ബെസ്റ്റ് അഡ്വൈസ് എന്താണ് കിട്ടിയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. Know what advice to take from where. Okay. അവാർഡൊക്കെ വാങ്ങി ഇനി ഈ ജേണി തുടരുക. ഇത് പാതി വെച്ച് നിർത്തരുത്. വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിനതിൻ്റെതായിട്ടുള്ള വില കൊടുത്ത് നല്ല നല്ല സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകണം, നിർത്തരുത് എന്നാണ്. ഓക്കെ. ആക്ച്വലി പോയിന്റ് ഉണ്ട്. ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള മൂമെന്റ് എന്തായിരുന്നു ഇൻ ദ പാസ്റ്റ് 2 years? സിനിമേൻ്റെ ഷൂട്ടിംഗ് സമയം. ഇത് ഞാൻ ഏറ്റവും ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുത്തത് ആ സിനിമ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മോൾക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഈ സ്റ്റോറി ആയിട്ട് ഫാസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ സ്റ്റോറി വായിച്ചപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇനി ഇങ്ങനെ ഒരു ചാൻസ് ഒരു പക്ഷെ എനിക്ക് കിട്ടില്ല. ആൻഡ് അതൊരു നല്ലൊരു അവസരമാണ്. അങ്ങനെ ആ സമയത്ത് ഇമോഷണലി എടുത്തൊരു ഡിസിഷനാണ് ചെയ്യണം എന്നുള്ളത്. ഹൃദയത്തിൽ നിന്ന്. ആൻഡ് ദാറ്റ് വാസ് റൈറ്റ്. ആൻഡ് ഫാസിലിനെ ഡെബ്യൂട്ടാന്റ് ഡയറക്ടർ അല്ലായിരുന്നു. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ട്യൂഷൻ വീട് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട് ആളുടെ. ആ വർക്കൊക്കെ കണ്ടിട്ടാണോ യെസ് പറഞ്ഞത്? ഫാസിൽ 1001 നുണകൾ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അന്നത്തെ പരിചയമുണ്ട്. ബട്ട് ആരോടും ഒന്നും സംസാരിക്കാത്ത, അധികമൊന്നും സംസാരിക്കാത്ത, സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു സൈഡിൽ സ്പോട്ട് എഡിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ആള്. ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനാണെന്ന് മനസ്സിലായത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ആളാണ്. റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്കൂളിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചായിരുന്നു. ഓ അതെ, രാജഗിരി കളമശ്ശേരി. അപ്പം ഞാൻ 12th പാസ് ഔട്ട് ആയിട്ട് എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല എന്നെ സ്കൂളിൽ വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇറ്റ്സ് ബിൻ ഓൾമോസ്റ്റ് ഒരു 6-7 years ആയി. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ച് ഒരു ഇവൻറ്റിന്. അപ്പോൾ ഞാൻ ദാറ്റ് വാസ് ലൈക്ക് സംതിങ് എൽസ്. കാരണം എനിക്കിപ്പോഴും ഞാൻ സ്റ്റേജിൽ സ്പീച്ച് പറയുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാം, ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കോറിഡോഴ്സും ക്ലാസ്സസും എൻ്റെ അവിടുത്തെ കുറേ മെമ്മറീസ് ഉണ്ട്. സോ ഇറ്റ് വാസ് എ വെരി ഫുൾ സർക്കിൾ മൊമെന്റ്. ദാറ്റ് വുഡ് ബി ഐ തിങ്ക് ആ ഒരു കാര്യത്തിൽ ഐ ബിൻ വെരി ലക്കി. ബിക്കോസ് ഞാനിപ്പോൾ 3 സ്കൂൾസ് മാറിയിട്ടുണ്ട്. ആദ്യം ഞാൻ രാജഗിരി ക്രിസ്തു ജയന്തിയിലായിരുന്നു. സോ അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ ആ ഒരു പാട്ടിൻ്റെ ഒരു ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് ക്വയറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദുബായിലായാലും അവിടുത്തെ മ്യൂസിക് ടീച്ചേഴ്സ് ഓൾസോ ഗേവ് മീ ഒരു. അപ്പോൾ ഓൾ ദ മ്യൂസിക് ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾസ് ദാറ്റ് ഐ ഹാവ് അറ്റൻഡഡ് ഹാവ് ബിൻ വെരി സപ്പോർട്ടീവ്. ഇപ്പോൾ രാജഗിരിയിലാണ് ഇപ്പോൾ ആദ്യത്തെ എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ്. ആദ്യമായിട്ടൊരു റെക്കോർഡിംഗ് ബൂത്തിൽ കയറി പാട്ട് പാടുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് രാജഗിരിയിൽ ഒരു ദിവാകരൻ സാർ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. സാറിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ആൽബം ഒരു മലയാളം പാട്ടിന് വേണ്ടിയിട്ട് അത് സാറായിരുന്നു എനിക്ക് തന്നത്. പിന്നെ രാജഗിരിയിലായാലും എൻ്റെ അവിടുത്തെ ജിതിൻ സാർ എന്നൊരു വെസ്റ്റേൺ മ്യൂസിക് ടീച്ചറായിരുന്നു.
ഹീസ് ദ വൺ എൻ്റെ വെസ്റ്റേണിൻ്റെ കുറച്ചുകൂടി ഒരു ഇൻഫ്ലുവൻസും ബാൻഡായിട്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാം സാർ വഴിയാണ് കിട്ടിയത്. ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ഷംലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒരു ട്രെയിനിങ്ങും ഇല്ലാതെയാണ് ഷംല കൊണ്ട് സ്റ്റേറ്റ് അവാർഡ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സേബ ഓൺ ദി അതർ ഹാൻഡ് ഹാസ് ബി ട്രെയിൻഡ് സിൻസ് ചൈൽഡ്ഹുഡ് ടു ബി എ പ്രൊഫഷണൽ. നിങ്ങളുടെ കോൺട്രാസ്റ്റ് ഷെയർ യുവർ തോട്ട്സ് ഓൺ ദിസ്. ആക്ച്വലി ഇപ്പോൾ സേബേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ട്രെയിനിങ് ഇല്ലാതെ തന്നെയും സേബയ്ക്ക് ഒരു പക്ഷേ ഇത് അച്ചീവ് ചെയ്യാം. നമ്മൾക്കറിയില്ലല്ലോ. ഒരു പക്ഷേ എനിക്ക് ട്രെയിനിങ് ഉണ്ടായിട്ട് കൂടി ചിലപ്പോൾ ഞാനിത് അച്ചീവ് ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നു അതങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഹൗ ഹാസ് ട്രെയിനിങ് ഹെൽപ് യു സേബ? കർണാട്ടിക്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഹിന്ദുസ്ഥാനിയിലും ഉണ്ട്. സോ ഇപ്പോഴും ഗുരുക്കളുണ്ടോ? ഇപ്പോഴും ആരെങ്കിലും ടീച്ച് ചെയ്യുന്നുണ്ടോ? എവിടെയാണ് പഠിക്കുന്നത്? മധു സാർ എന്ന് പറയും. കർണാട്ടിക് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഐ ഹാഡ് എ സ്മോൾ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വുഡ് ബി ട്രെയിനിങ്ങും എക്സ്പീരിയൻസിൻ്റെയും ഒരു ഡിഫറൻസ് വരും. ഡിഫറൻസ് ഉണ്ട് അത് ഔട്ട്പുട്ടിൽ. അത് എനിക്ക് തോന്നുന്നു ആക്ടേഴ്സും സിംഗേഴ്സും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന രീതിയിൽ. ബിക്കോസ് ഇപ്പോഴത്തെ കാര്യത്തിലാണ് നമ്മൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്സ്. ഇപ്പം നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ദർ ആർ സോഷ്യൽ മീഡിയ വഴി പോപ്പുലാരിറ്റി വന്ന ഓർ വൈറലായ സിംഗേഴ്സ് ഉണ്ട്. ആൻഡ് ദർ ഇസ് അതർ സിംഗേഴ്സ് ഹു ഹവ് അഗൈൻ ബിൻ ട്രെയിനിങ് ഓർ ആ ഒരു പഠിത്തത്തിന് മാത്രമല്ല, ഐ വുഡ് സേ എക്സ്പീരിയൻസ്, ഇയേഴ്സ് ഓഫ് സിംഗിങ്, that makes a huge difference. Because നമ്മൾ പാട്ട് ഫോർമലി പഠിക്കാത്ത SPB sir, he has not learned Carnatic, but he's phenomenal. But he has that experience of singing. So I feel he has not learned classical. No, he has not really learned classical. Can you I tell? didn't know that. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അതാ, സോ ദാറ്റ് ഇസ് എ തിങ്. 100%. ദാറ്റ് ഇസ് എ വെരി ലൈക്ക് അത് ഒരു ഗിഫ്റ്റ് ആണ്, ലൈക്ക് ഗോഡ് ഗിവൻ ഗിഫ്റ്റ് ആണ് അത്. ലൈക്ക് SPB സാറിന്റെ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം say ഈ social media വഴി like you take a singer via that and you take a singer who's been singing for years, you put them on stage and ask them to do ഒരു 2-hour 3-hour performance. ഡിഫറൻസ് കേൾക്കാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് എൻഡ്യൂറൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അത് ആ ഒരു ടെക്നിക്കിലും ആ ഒരു ആസ്പെക്റ്റിലും അത് കാണിക്കും. സോ വിച്ച് ഇസ് വൈ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏത് ഏജിലാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അതൊരു ഏജ് ഒരു ബാരിയർ അല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കണം, പാട്ടിലോട്ട് കയറണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കാണ്ട് നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസും ആർട്ടിൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് പതുക്കെ ബിൽഡ് ചെയ്യണം. അതേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ പല ആക്ടേഴ്സിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അവർ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അവരിതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അപ്പോൾ അവർ റെഡി ആവാൻ വേണ്ടിയാണ്. ആ സമയത്ത് അവർ റെഡി ആയിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് അവർ കണ്ടിന്യൂസ്ലി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് it's all a matter of perspective, how you want to take it, and acting might require completely something else from singing, observation and stuff like that. ഈ മിമിക്രി ചെയ്യാറുണ്ട്, ആൾക്കാർ മിമിക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും ആളുകളെ, ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യും, പല ടൈപ്പ് ഓഫ് ആളുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. എന്നെ കുറിച്ച് എന്താണ് ഒബ്സർവ് ചെയ്തത്? ഇല്ല, ഞാൻ അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന്. അപ്പം അതിലാണ് ഞങ്ങൾക്കൊരു റൗണ്ട് ഉണ്ടായിരുന്നു. അതായത് സെൻട്രൽ എന്നെ നിർത്തിയിട്ട് ചുറ്റും ഒരു 30ഓളം പേരുണ്ടായിരുന്നു, 30-ൽ താഴെ. അതിൽ ഓരോരുത്തർ വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. കണ്ണൊക്കെ കെട്ടിയിട്ടായിരുന്നു ആരാണ് ഉള്ളത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്തു ആരാണെന്ന്. നമ്മളിങ്ങനെ ഒന്നുകിൽ അവരെ ജസ്റ്റ് കൈ തൊട്ട് നോക്കുക, ജസ്റ്റ് അടുത്ത് വരുമ്പോൾ അവരുടെ ഹെയർ അങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് എനിക്കൊരു ഒബ്സർവേഷൻ സ്കില്ലുണ്ട്, ഒരു തിരിച്ചറിവുണ്ടാവും. ഓക്കെ, ബിഗസ്റ്റ് ലൈ യു ഹേർഡ്? ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും നുണകൾ ശ്രദ്ധിക്കാറില്ല. ആദ്യത്തെ സിനിമയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? 1001 നുണകൾ. അതെ, നുണകൾ ശ്രദ്ധിക്കാറില്ല. പിടിച്ചു. അയ്യോ, ബിഗസ്റ്റ് ലൈസ് ഞാൻ പേഴ്സണലി എൻ്റെ ഭാഗ്യം കാരണം കേട്ടിട്ടില്ല. പക്ഷേ ദാറ്റ് യു കാൺട്ട് പെർസ്യൂ മ്യൂസിക് ആസ് എ കരിയർ. You heard that? Yeah, I've heard other people have been told that. ഞാൻ പേഴ്സണലി തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു there's always ഒരു സ്മോൾ ഡൗട്ട് വെൻ ആൾക്കാർ എന്നോട് what do you do, എന്നെ അറിയാത്ത ആൾക്കാർ ലൈക്ക് ഈ
കുറച്ചുകൂടി എക്സ്പോഷറോ ഈ ഇൻഡസ്ട്രീനെ പറ്റി എത്രയും അറിയാത്ത ആൾക്കാർ വന്ന് ഓ മോൾ എന്താ ചെയ്യുന്നത് And now she proved it wrong. ബട്ട് ലൈക്ക് ഐ മീൻ എന്താ വട്ട് യു ഡു. അപ്പം ഞാൻ സിംഗറാന്ന് പറയുമ്പോൾ ഓ ഓക്കെ അല്ല പക്ഷേ ജോലി ഇപ്പൊ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ I think he still is in the IT sector. എനിക്കറിയുന്ന കുറേ സിംഗേഴ്സിനൊക്കെ വേറെ പാരലൽ നൈറ്റ് ജോബ്സോ ഡേ ജോബ്സോ ലൈക്ക് അവർ വർക്ക് ഫ്രം ഹോം വേറെ ജോബ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഐ ജസ്റ്റ് പേഴ്സണലി ബിൻ ഡൂയിങ് ദിസ് ഫുൾ ടൈം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് നമുക്കൊരു ഫുൾ കരിയർ പ്രൊഫഷനായിട്ട് ചെയ്യാം എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ചിലവരുണ്ട് ഇപ്പോഴും. അപ്പം ഞാൻ ഈ 2 ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ലൈഫിൽ ഇരിക്കുന്ന 2 സ്ത്രീകളോട് ഞാൻ ചോദിക്കട്ടെ. ആദ്യം ഞാൻ ഷംനോട് ചോദിക്കാം, ഹൗ ഹാസ് മദർഹുഡ് ചേഞ്ച്ഡ് യു? ഞാൻ സോയി ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുണ്ട്, പക്ഷെ സോയിനെ ഒരു ഫോൺ പിടിപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. സോ ക്യൂട്ട് ലിറ്റിൽ ബേബി. സോയി വന്നതിന് ശേഷം ഷംലയ്ക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണ്? വാട്ട് ഇസ് ദാറ്റ് യു ഫെൽറ്റ് അബൌട്ട് യുവർസെൽഫ്? ആക്ച്വലി ഞാൻ 2 സിനിമയും ചെയ്തത് എൻ്റെ മാരേജിന് ശേഷമാണ്. മാരേജിന് ശേഷം ഓഫ് കോഴ്സ് സോയി ഭയങ്കര ലക്കാണെന്ന് പറയുന്നേക്കാളും മുന്നേ എൻ്റെ മാരേജ് എനിക്ക് ഭയങ്കര ലക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, സാലേ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യാം, ആൻഡ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ലേറ്റർ നമുക്ക് നോക്കാം, ബട്ട് ഇപ്പോൾ എന്താണ് ഇഷ്ടം അത് ചെയ്യുമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ദെൻ ഐ ഗോട്ട് സോയി. അപ്പം സോയിക്ക് ശേഷമാണ് ഞാൻ ഫെമിനിച്ചി ഫാത്തിമ ചെയ്യുന്നത്. അതിനും എൻ്റെ ഹസ്ബൻഡാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. എന്നോട് പറഞ്ഞത് മോളെ നോക്കണം, ആൻഡ് യു ഡു യുവർ ബെസ്റ്റ്, മോളെ ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അപ്പം ലൈക്ക് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫ്. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ഊർജവും ഒരു സമയവും കിട്ടിയത് എൻ്റെ ആഫ്റ്റർ മാരേജാണ്. അപ്പം സോയിയും എൻ്റെ ഹസ്ബൻഡും ഒരുപോലെ ഭയങ്കര ലക്കായിട്ടുള്ള ആളുകളാണ്. സാലയിൽ പേഴ്സണലി ആസ് എ പേഴ്സൺ വാട്ട് യു അപ്രീഷിയേറ്റ് മോസ്റ്റ്? ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്വാളിറ്റി എന്താണ്? ഒരു നല്ല ഹ്യൂമൻ ബീയിങ്. ലൈക്ക് എന്നോട് എപ്പോഴും പറയുന്നത് ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് എപ്പോഴും ഒരു ഇങ്ങനെ അങ്ങനെ ഒരു ബാരിയർ കൊണ്ടുവരാതെ എല്ലാം തുറന്നു പറയാനുള്ളൊരു പാർട്ട്നേഴ്സ് അങ്ങനെ കൺസിഡർ ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അതുപോലെ തന്നെ ആളെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. അതാണ്. ഇഫ് യു വാണ്ട്സ് ടു ഡു സംതിങ് ലെറ്റ് ഹിം ഡു, ആൻഡ് ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് just basically a lot of space and freedom for individual expression. Yeah, of course. Okay. And what about dating, Zeba? ഇതിനൊക്കെ ഇതിന്റെ ഇടയ്ക്ക് are you getting some time to date somebody? Date someone? Are you dating someone? No. ഇവിടെ അച്ഛന്റെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാം, ഡേറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ നേരെ കല്യാണത്തെ കയറി പിടിച്ചു. ഞാൻ ഒരു കല്യാണമല്ല ഡേറ്റിംഗ്. അല്ല, അത് രണ്ടും ഒരു ജോയിന്റ് ഇതാണ് എന്റെ ഫാമിലിയിൽ. ഡേറ്റിംഗ് ആൻഡ് മാരേജ് ടുഗദർ, ലൈക്ക് they are not apart, separate. So do you get any time to meet men, go out on dates? I mean, it's not that you don't see men, but like the men are not like happening enough. No, the best. At least where I like the place I stay, or like Mumbai and anything. But എനിക്ക് അങ്ങനെ ആക്റ്റീവ്ലി ഞാൻ ചെയ്യണം നോക്കണം, like I have to date or like I have to like be in a relationship എന്ന് ആക്റ്റീവ്ലി ആലോചിച്ചിട്ട് I've never like seen life, because priorities, that's what I would say. Like എനിക്ക് just career and music and everything അതിൻ്റെ ഞാൻ ഇത്രയും വർഷങ്ങളുടെ ഒരു ഇത് ഞാൻ I've given so much of my life to that. അപ്പോൾ അതിനെ അങ്ങനെ സാബിറ്റാജ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ I have not given. But Zeba, I have to tell you, ബോംബെയിലെ ആൺകുട്ടികൾ I'm sure they would have asked you out for sure. ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. But not said yes? No, nothing. അച്ഛന് മുന്നിൽ ഒന്നും പറയില്ല, വിട്ടു പറയൂല. Not a dating app? No. Come on. Not my thing. Single ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും കണ്ടുപിടിക്കാലോ സമയമുണ്ടല്ലോ. I'm very young. I'm 24. I'm 24. No, I'm not young according to my mom. No, 24 is young. 24 is young. Ask me. And coming to your dream for the future. ഇപ്പോൾ അടുത്ത നമ്മളെ വലിയ ഗോൾസ് നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. ലോട്ട് ഓഫ് അൺപ്രെഡിക്റ്റബിലിറ്റി, നമ്മുടെ കയ്യിലല്ല പല കാര്യങ്ങളും. ഫോർ ഇൻസ്റ്റൻസ് ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ കൊലാബറേറ്റ് ചെയ്ത് ഒന്നിച്ച് വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുക. സിംഗേഴ്സിന് പിന്നെയും കുറച്ചുകൂടെ ഒരു ഇൻഡിപെൻഡൻറ്റ്
മ്യൂസിക്കിന് ഒരു സ്പേസ് ഉണ്ട്. ഇവർ ആക്ടേഴ്സിന് അതുപോലും ഇല്ലല്ലോ. ഇറ്റ് ഹാസ് ടു ബി ഇൻ എ പ്രോജക്റ്റ്. സോ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു റൈറ്റ് നൗ? നല്ല പ്രൊജക്ട്സ് വരുമ്പോൾ എത്ര സ്ക്രിപ്റ്റ് കേട്ടു? ഇപ്പം 3 കേട്ട് കഴിഞ്ഞു. നോട്ട് ബാഡ്. എനിക്ക് പേഴ്സണൽ ഒരു തിങ് ദാറ്റ് എനിക്കൊരു ചെയ്യണം എന്ന് ഇസ് ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ സ്പേസിൽ കുറച്ചുകൂടി ഒരു പ്രോമിനൻസ് ഓഡിയൻസ് ഗ്രോ ചെയ്യണം. ഒത്തിരി ഗ്രോത്ത് ഉണ്ട് ആ സ്പേസിൽ അല്ലേ? there's എസ്പെഷ്യലി ഇൻ ദ good നോർത്ത് stuff. കുറേ അതാ പേരുണ്ട്. ഞാനിപ്പോൾ എനിക്കൊന്ന് മുംബൈയിൽ താമസിച്ച കാരണം എനിക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു എക്സ്പോജർ കിട്ടിയത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ. അതിൻ്റെ ഇത്രയും നാട്ടിൽ വന്നിട്ടില്ല. ആസ് മച്ച് ആസ് അതിനൊരു സ്പേസ്, പ്ലാറ്റ്ഫോംസ് ആയാലും സ്റ്റേജസ് ആയാലും വെന്യൂസ് ആയാലും ആർട്ടിസ്റ്റ് ധാരാളം മുംബൈയിലും ഡൽഹി, മുംബൈ, ബാംഗ്ലൂറും പിന്നെയും ഉണ്ട്. കൊച്ചിയിൽ അത്രയായി വന്നിട്ടില്ല. ഐ എം ഹോപ്പിംഗ് ടു സീ മോർ ഓഫ് ഇറ്റ്. പക്ഷെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ 3 ഇംഗ്ലീഷ് ഒറിജിനൽസ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ തന്നെ ഒരു മലയാളം ചെയ്താലോ എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഈ വർഷം ഹോപ്പ്ഫുള്ളി ഐ എം ഏബിൾ ടു പുട്ട് ഔട്ട് സം മലയാളം ഒറിജിനൽ. ഇവിടെ ഈ 3 ഒരെണ്ണം ഒന്ന് പാടി തരുത്. Okay, sure. Okay, so I'll sing the song. In the last latest release, it's called Cortado. Cortado is a type of coffee. That's the name of the song. The chorus is chili bada. So make the most of every touch. Can't blink away the sight of something you can't hold on to, 'cause pages gotta turn. Someday, some bridges gotta burn out away. There's always a place and time where we're sipping cortados in the noon for two. I'm putting out a wish here. May someday you make a song and she pens the Malayalam lyrics for the song. Oh yeah, of course. May that happen? Nice, Before nice, we wrap nice. up, ഒരു ചിന്ന game quickly. Vanessa's card game. ബുദ്ധിപരമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ കുറച്ച് നോക്കാമോ? നോക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? എന്താ ഇത്? ആസ്കിങ് ഫോർ ട്രബിൾ. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ എന്തെങ്കിലും പ്രശ്നം സ്വയമേ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഉപ്പനും ഉമ്മയുടെ വഴക്ക് കേട്ടിട്ടുണ്ടോ? I think ഞങ്ങളുടെ കാർഡ്സ് എക്സ്ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ടോ? ഇല്ല, അധികം കേട്ടിട്ടില്ല. ഞാൻ നല്ല കുട്ടിയൊന്നല്ല, പക്ഷെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു അക്രമം ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ ആസ്കിങ് ഫോർ ട്രബിൾ എന്താ? Yeah, നേരെ തിരിച്ചാ. If you can see, there's like so many scars all over my face. I was a very disobedient, like the mischievous child. കാരണം കുരുത്തക്കേടായിരുന്നു. ഇതിപ്പോ ഈ സ്റ്റിച്ച് എനിക്ക് തോന്നുന്നു ചെറിയ പ്ലാസ്റ്റിക് സർജറി ഇവിടെ ചെയ്തായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് ടു ഡീപ്പ്. കാനയിൽ വീണിട്ടുണ്ട്, പട്ടി വന്ന് എന്നെ കടിച്ചിട്ടുണ്ട്, ഗുഡ് നൈറ്റ് ലിക്വിഡേറ്റർ ഇല്ലേ എടുത്ത് കുടിച്ചിട്ടുണ്ട്. എന്തോ ചുമ്മാതല്ല അമ്മ പറഞ്ഞ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോയാ മതി. I was very young. അത്ര ഒരു 3-4 വയസ്സിൽ ചെയ്ത കുസൃതികളാ. എന്താണ്? What is going to happen? Am I supposed to Are you say? thinking about it? What is going to happen? അതെങ്ങനെ Oh, അങ്ങനെ. Am I thinking about what may happen? No, I'm അങ്ങനത്തെ ഒരാളല്ല. I'm not someone who like plans 2, 3, 4 years ahead, like plan out my life. ഇങ്ങനെ ഈ വർഷം ഇത് ഗോൾസ് വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം അത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് റിജിഡ് ആയിട്ട് ഞാൻ പ്ലാൻ ഒരു ആളല്ല. കുറച്ചുകൂടി ഒരു സ്പോണ്ടേനിയസ്, വെൻ ലൈഫ് ലെറ്റ് ലൈഫ് ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ ടേം എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. യു നോ ദാറ്റ്സ് സോ വണ്ടർഫുൾ. കാരണം ഒരു 24-year-old ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുക. ഐ മീൻ most people at that age might probably want to plan things out, but yes, life teaches you with experience that maybe in കരിയറിന്റെ ആയിരിക്കും, maybe because I'm in this field, because എൻ്റെ best friends ഒക്കെ they are like all corporate job. I live with like girls who are like all doing corporate jobs. അപ്പോൾ എനിക്ക് ആ ഒരു ഡിസ്പാരിറ്റി നല്ലോണം കാണാം. ലൈക്ക് 9 to 5, 9 to 10 വർക്ക് ചെയ്യുന്ന ആൾക്കാരും എൻ്റെയും. സോ ഇറ്റ് മേക്ക് സെൻസ് ഫോർ ദം. കുറച്ചുകൂടി ഒരു ഓക്കെ ഈ ഇയർ ഞാൻ ഇത് തീർത്തിട്ട് പഠിക്കാൻ പോകും, അത് ജോലി ചെയ്ത്. ബട്ട് ഐ തിങ്ക് എൻ്റെ ഒരു ഫീൽഡിൽ ഇറ്റ് ജസ്റ്റ് ഡസന്റ് കുറച്ച് ഫ്ലൂയിഡ് ആയിട്ടിരിക്കുക is better. Yeah. Okay. Makes sense. Okay, but how? ഞാൻ ഓക്കെ പറഞ്ഞു, പക്ഷെ ഇത് ഞാൻ എങ്ങനെ ചെയ്തെടുക്കും? ഈ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടോ? ഈ സിനിമ ഫെമിനിസ്റ്റ് ഫാത്തിമ എനിക്ക് അതായത് ഓക്കെ പറഞ്ഞു, പിന്നെ ഇത് എങ്ങനെ ചെയ്യും, പിന്നീട് ഇത് പെർമിഷൻ അല്ല, ലൈക്ക് ഹസ്ബൻഡിനോട് പറയണം, എൻ്റെ ഉപ്പൻ്റെയും ഉമ്മേൻ്റെയും പെർമിഷൻ വേണം. ലൈക്ക് യു ഡു, ബിക്കോസ് അവർ പറയും കുഞ്ഞുള്ളതാണ്, ചെറിയ കുഞ്ഞാണ്. അത് ഉണ്ടായിരുന്നോ?
അത് ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഞാൻ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് എന്നുള്ളത്. ആ ക്യാരക്ടറിനെ കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നോ? ഓക്കെ ബട്ട് ഹൗ, അതും ഉണ്ടായിരുന്നു. ക്യാരക്ടറിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് അറിയുന്നുണ്ടായിരുന്നു. ക്യാരക്ടറിനേക്കാൾ കൂടുതൽ എനിക്ക് ബാക്കിയുള്ളതായിരുന്നു. ഞാനിതിൽ ഈ സിനിമ ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളത്. എന്തായാലും ചെയ്തത് നന്നായി. Of course. നല്ലത് കിട്ടണം. ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ സിസ്റ്റം. ഇപ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ലേൺ ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അതെല്ലാം അൺലേൺ ചെയ്യണം, അല്ലെങ്കിൽ യു നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് ഫ്രം യുവർ ബീയിങ്. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ്? അതിപ്പം റീസെൻ്റ്ലി എൻ്റെ അനിയൻ എനിക്കൊരു റീൽ ഷെയർ ചെയ്തിരുന്നു. അതെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്ത് ഒരു ബാഡ് ലക്ക് ഉണ്ടായാലും ഇറ്റ്സ് ബിക്കോസ് ഓഫ് മീ എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഒരു വയസ്സ് വരെ. ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഹി വാസ് സെയിങ് ലൈക്ക് ഇതൊരു ട്രോമയാണോ, അത് നിനക്ക് അങ്ങനെ ഉണ്ടോ എന്ന് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്, ഞാൻ അങ്ങനെയാണ് ഒരു വയസ്സ് വരെ വിശ്വസിച്ചിരുന്നത്. എന്തെങ്കിലും ബാഡ് ലക്ക് ഉണ്ടാകുമ്പം ഇത് ചിലപ്പം ഞാൻ അവരുടെ കൂടെ പോയതുകൊണ്ടായിരിക്കാം അവരുടെ കാർ ആക്സിഡൻ്റ് ആയത്. അത് ചെറുപ്പത്തിൽ ആരോ എൻ്റെ അടുത്ത് തമാശയിൽ പറഞ്ഞതാണ്. ലൈക്ക് നീ ഈ വണ്ടിയിൽ കയറിയതുകൊണ്ടാണ് ഇപ്പോൾ ഇതുണ്ടായെന്ന് കുഞ്ഞിലേ പറഞ്ഞതാ. ബട്ട് അത് ഞാൻ എത്രയോ വയസ്സ് വരെ അത് എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ അൺലേൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഭയങ്കര ഓവർ തിങ്കർ ആയിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് അത് മാറ്റിയത്. ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എനിക്കിതിന് വേണ്ട. അതെ, അത് ഞാൻ കളഞ്ഞു. അത് ഷംല ഫെമിനിറ്റി വന്നുകൊണ്ടാണ് ഫെമിനിറ്റി ഫാത്തിമയ്ക്ക് ഇത്രയും അവാർഡ് കിട്ടിയത്. തിരിച്ച് ചിന്തിക്കുക. റിവേഴ്സ് എഞ്ചിനീയറിംഗ്. Slaps, lots of them. You have either slapped somebody or somebody has slapped you. Verbal slaps ആവാം. അയ്യോ, അതൊക്കെ പിന്നെ ധാരാളം പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ല. ഐ തിങ്ക് സർക്കംസ്റ്റാൻസസ് ആർ ഡിഫറെന്റ്. അറ്റ്ലീസ്റ്റ് വീട്ടില് ബിക്കോസ് ആസ് ഐ സെഡ് ഒരു മിസ്റ്റീവിയസ് കിഡ് ആയത് കാരണം അത്യാവശ്യം കിട്ടി വളർന്ന കുട്ടിയാണ് ഞാൻ. I can't believe it. Looking at your dad, I can't believe it. He's all heart. He is hot, but ചൂടായ വേറെ ഹാർട്ട്. yes. But yeah. Okay, last card. Shameless. I think I am shameless about two things probably. One is my love for food. I love food. I'm a foodie, so enikku angane I wouldn't like any judgment because of my love for food. I will not take. I think that, and I think just generally and certain values and my morals. I won't stand anybody shaming me for them because it's what I stand by and what I've known and grown with. That. Yeah, that I can understand, because when you go and live in Mumbai, pala questions will be asked to you. Oh, you're so conservative or so old fashioned, or which world are you coming from? I'm sure you must have heard all of that. Yeah, I mean, it's not about that also, and I think കുറച്ചുകൂടി നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്, ആർ ചോയ്സസ്, ദ വേ വി ലിവ് ലൈഫ്, ആൻഡ് ഐ ജസ്റ്റ് എനി ആസ്പെക്റ്റിലായാലും ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് എനി അതോറിറ്റി ടു ടെൽ അനദർ പേഴ്സൺ ഹൗ ടു ലിവ് ദെയർ ലൈഫ് ഇൻ എനി ആസ്പെക്ട്. സോ beautifully put. Yeah, that ship has sailed. എനിക്കൊരു സിനിമേൻ്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലാണ് ആ സിനിമ വന്നത്. അതുകൊണ്ട് എനിക്ക് ആ സിനിമ എടുക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഡയറക്ടറായിരുന്നു, ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആയിരുന്നു. പിന്നെ വേറെ പ്രോജക്റ്റ് വരും. ഇല്ല, അത് അവർക്ക് അറിയാം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കുറേ സങ്കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞില്ലേ, ഇനി വരുന്നത് എടുക്കാം അങ്ങനെ. എന്നിട്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സമയമായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ. അതെ. ഓക്കെ, സോ വിഷ് യു ബോത്ത് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും കുറേ സ്റ്റേറ്റ് അവാർഡ്സും നാഷണൽ അവാർഡ്സും എല്ലാം വരട്ടെ. ആൻഡ് നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വിഷൻ കിട്ടിയ പോലെ എവിടെയെങ്കിലും US-ലോ UK-ലോ എന്താ പറയുക, വലിയൊരു ഷോയിൽ ആ ബസർ പ്രസ് ചെയ്യുന്ന ഒരു വിഷൻ കിട്ടിയല്ലോ ഇടയ്ക്ക് ഷംലയ്ക്ക്. അതുപോലെ ഒരു ഷോ കിട്ടട്ടെ ഫോർ യു സെബ, ആൻഡ് മേ യു സോർ ഗ്രേറ്റർ ഹൈറ്റ്സ്. ആൻഡ് ഷംല ഇടയ്ക്ക് സൗദിയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് സിനിമകൾ ചെയ്യണം. ആൻഡ് ഡോണ്ട് ആ അഡ്വൈസ് പ്ലീസ് ഫോളോ ചെയ്യണം. ആൻഡ് ഐ ഹാവ് ലൈക്ക് ഗിഫ്റ്റ് ഫോർ യു ബോത്ത് ഓൺ IAM. ദിസ് ഈസ് ഫ്രം Niora എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ആൻഡ് ബേഗൻ ലെതർ വെച്ചിട്ട് ദേ മേക്ക് ദീസ് പ്രോഡക്ട്സ്. വൺ ഈസ് പെൻ പൗച്ച്, പിന്നെ കാർഡ് ഹോൾഡർ, ഒരു
keyhole, and this is a diary. diary. Okay. Lovely. Yeah, and so this is for the both of you. Thank you so Zeba, much. for Thank coming you. onto the show. And thank you, darling Shamla. താങ്ക് Thank you for coming Thank onto you the so show. much. It was lovely having you both. ഞാൻ ഉള്ള ടെൻഷൻ മുഴുവൻ എടുത്തു. ഞാൻ ആദ്യമായിട്ട് പുതിയതായിട്ട് ട്രൈ ചെയ്യാണ്. To have two different people come together. And what a blast I had. Thank you Thank so you so much. much. Thank you for having me. I've watched your show so much. I'm a huge fan of you and this show. So ചുമ്മാ പറയാം. കാണിച്ച് വിടുക. സത്യം പറയാം, ഞാൻ കുറെ ധാരാളം കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂസ്, and I just love your way of journalism and just the way you approach this. So storytelling, I would say. So thank you for having me. So glad to see the 15-year-old Yes. now in front of me. Thank you. Thank you. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഷംല. ഞാനും പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, ഞാനും ഈ ഒരു സീറ്റിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. ആൻഡ് ഷമ്മയ്ക്ക് ഒരു പക്ഷെ അത് മനസ്സിലാവില്ല, ബിക്കോസ് യു ജസ്റ്റ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ ആ ഒരു സിനിമയിലൂടെ കൊടുത്തിരിക്കുന്ന മെസ്സേജിങ് അത് എത്ര സ്ട്രോങ്, എത്ര പ്രൊഫൗണ്ട് ആണെന്നുള്ളത് ഒരുപക്ഷെ പല സ്ത്രീകൾ, വേറെ സിറ്റുവേഷനിലുള്ള സ്ത്രീകൾക്ക് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ഇതുപോലത്തെ നല്ല നല്ല കഥകൾ തേടിയെത്തട്ടെ, നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഗ്രോ. താങ്ക് യു സോ മച്ച്. Thank you. Thank you, Deba. Thank you.